അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്ലഷ് ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഫ്ലഷ് ടാങ്ക് എടുത്തിട്ടുള്ളത് ഗബ്രിട്ടാണ്. ബാക്കി ബാത്റൂമിലെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലഷ് ടാങ്ക് നമ്മളിതുപോലെ ലെഡ്ജ് വാൾ കെട്ടിയാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 80 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഡ്രൈ ഏരിയ മെറ്റീരിയൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുമ്പോൾ നമ്മൾ 4x3 ബുഷ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് തറയുന്ന ഒരു അളവെടുത്ത് ഇതിനെ ആദ്യം ഈ ബെൻഡിൽ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്ലഷ് ടാങ്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ സ്പിരിറ്റ് ലെവൽ വെച്ച് കറക്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ അറിയാൻ പറ്റും ബെൻഡിൻ്റെ. അടിയിൽ വരുന്ന ലോക്കാണ്. നമ്മൾ ലോക്കിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാൻ്റെ ഈ സപ്പോർട്ടൊക്കെ നൂത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടാങ്ക് കറക്റ്റ് മട്ടമാണ്. നമ്മൾ റാഡിൽ നോക്കാം. റാഡും മട്ടമാണ്. നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഡ്രിൽ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ വരുമ്പോൾ ഇതിനെ കൂടെ തന്നെ 8 mm ഫിഷറും സ്ക്രൂവും വാഷറും എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡ്രില്ലിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു വീട്ടിൽ ഇറക്കി കൊടുത്ത് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നത്, കുറച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്. പറയാമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്ലംബർമാർക്ക് എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. കുറച്ച് പേര് നമുക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. വർക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ. നമ്മൾ 4 സ്ക്രൂ ഇട്ട് ഇനി ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. ടൈറ്റാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് സ്പിരിറ്റ് ലെവൽ കറക്റ്റ് മട്ടമാണോ നോക്കിക്കോണം, ചെക്ക് ചെയ്യണം. ഈ ഒരു ലെവലിൽ നിന്നാണ് കറക്റ്റ്. അപ്പം മച്ചാമാരെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടാങ്ക് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ കറക്റ്റ് സ്പിരിറ്റ് ലെവലും മട്ടത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഈ കാണുമ്പോൾ ക്യാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ സെറ്റായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ തറയുന്നുള്ള കറക്റ്റ് അളവ് നോക്കിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓരോ സൈഡിൽ ഓരോ ക്ലോസറ്റ് കൊണ്ടുവരും. ക്ലോസറ്റിൻ്റെ മോഡൽ നമ്പർ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ PDF എടുത്തിട്ടാണ് നമ്മൾ ആ മെഷർമെൻറ്റിൽ ചെയ്യുന്നത് ഫിനിഷിങ്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുമ്പോൾ ഇവിടെ ടാങ്കിലത്തേക്ക് വേണ്ടി വാട്ടർ ലൈൻ കൊടുക്കണം, അതുപോലെ ഹെൽത്ത് ഹൗസിൻ്റെ പോയിന്റ് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ഫ്ലഷ് ടാങ്ക് വയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നത് എന്തിനാണ് ഫ്ലഷ് ടാങ്കിൻ്റെ ലൈന് താഴോട്ട് കൊണ്ടുപോകുന്നത്, മുകളിലിട്ടുകൂടെ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സൈറ്റുകളിലെല്ലാം നമ്മൾ ഈ ഒരു ക്ലോസിൻ്റെ ലെവലുണ്ടല്ലോ, ഈ ഒരു ബോൾട്ടിൻ്റെ ഈ ഒരു ലെവലിലാണ് വയ്ക്കുന്നത്. അപ്പോൾ താഴെ നമ്മൾ പെട്ടെന്ന് കയറുമ്പോൾ സ്റ്റോക്കൊക്കെ ശ്രദ്ധിക്കുക. മുകളിലൊക്കെ നമ്മൾ വയ്ക്കില്ല, വയ്ക്കുമ്പോൾ കയറി വരുമ്പോൾ ഇതിങ്ങനെ ഒരു ഫിറ്റിങ്സ് ആയിട്ടിരിക്കും, അത് വൃത്തിയായിട്ടായിരിക്കും. ചില ആൾക്കാർ അങ്ങനെ ചെയ്യും, അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ T ഇട്ട് 45 ഇട്ട് ഇതിന് നേരെ താത്തടിക്ക് അവിടെ നിന്ന് 2 എൽബോ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ നേരെ ഫ്ലഷ് ടാങ്കിൽ കൊടുക്കുന്നത്. ഈ സൈഡ് ഞാൻ ഇപ്പോൾ
ഇവിടെയാണ് ഞാൻ ഫ്ലഷ് ടാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താഴോട്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കാണത്തില്ല. അതുപോലെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം എല്ലാം ഈ സ്റ്റോക്കൊക്കെ അടിച്ച് ഇത് പെട്ടെന്ന് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഫിറ്റിങ്സ് CP ഫിറ്റിങ്സ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ സൈഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഹെൽത്ത് സെറ്റ് ഇവിടെ വരും. ഹെൽത്ത് സെറ്റ് വന്നിട്ട് കറക്റ്റ് നമ്മൾ ലെഡ്ജ് വാൾ കെട്ടിയെടുക്കുമ്പോൾ അത് നോക്കി നമുക്ക് ഡ്രിൽ ചെയ്യാനും പറ്റും. കാരണം ഇപ്പോൾ ഈ ലൈനിലാണ് എൽബോ ഇട്ട് ഒരു റെഡ്യൂസർ സൈറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ സ്റ്റാൻഡ് ഡ്രിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നും നമുക്കറിയാൻ പറ്റും. ഇവിടെ നമ്മൾ കല്ല് കെട്ടുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് അറിയാൻ പറ്റും. അല്ല ഈ സൈഡ് എവിടെയാണോ നമുക്ക് അപ്പോഴത്തെ സൗകര്യത്തിന് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യാം. അപ്പോൾ മച്ചാമാരെ നമ്മളങ്ങനെ ഫസ്റ്റ് ടാങ്കിലേക്കുള്ള വാട്ടർ ലൈനിൻ്റെ സപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ടീ ഇട്ട് 45 ഇട്ടതിന് ശേഷം ഈ ഒരു ലെവലിനെക്കാളും താത്താണ് നമ്മളിപ്പോൾ ഈ കാണുമ്പോൾ സ്റ്റോക്കൊക്കെ വെച്ചിട്ടുള്ളത്. സ്റ്റോക്കൊക്കെ എല്ലാം ഇവിടെ സാർ എടുത്ത് തന്നിട്ടുള്ള ജാഗോറിൻ്റെ സ്റ്റോക്കൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ഹെൽത്ത് ഹൗസിൻ്റെ പോയിന്റ് വേണ്ടി പൈപ്പ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കെട്ടി വന്നതിന് ശേഷമാണ് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് 3/4 കരയിലെ റെഡ്യൂസറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ 90 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. ഈ ചെമ്പരിൽ നിന്ന് സെൻറ്റർ 45 സെൻറ്റിമീറ്ററിലാണ് ഇത് നമ്മളിതിൻ്റെ 4 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വർക്കെന്ന് വെച്ചാൽ ഇതൊന്ന് കെട്ടിയെടുക്കണം. കെട്ടിയെടുത്ത് ഈ ഒരു ലെവലിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വരി കല്ലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ വീട്ടിൽ ഒരു ബാത്റൂമിലോ വാഷ് ബേസിനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് ഇവിടെ ക്ലോസറ്റ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കിവിടെ വാഷ് ബേസിനാണ് വരുന്നത്. വാഷ് ബേസിന് ക്ലോസറ്റ് ഷവർ അതുപോലെ അതിൻ്റെ ഇതൊരു ചെറിയ ബാത്റൂമാണ്. സാറിന് ഒരിടത്തും വാഷ് ബേസിന് വേണ്ടെന്നാണ് പറഞ്ഞത്. ബാത്റൂമിനകത്ത് വാഷ് ബേസിനെ വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 4 ഇഞ്ച് പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൻ്റെ ലെവലിലാണ് നമ്മൾ കല്ല് വെച്ച് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു കല്ല്, പിന്നെ ഇതേ തൂക്കാരിക്ക് മുകളിലോട്ട് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റത്തെ ഒരു കറക്റ്റ് മട്ടത്തിന് വെച്ചാൽ നമുക്ക് മുകളിലോട്ട് കയറുന്നതോറും കറക്റ്റ് മട്ടം കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാങ്ക് ഈ ഒരു അളവിൽ വയ്ക്കുമ്പോൾ നമ്മൾ ചേർന്നാണ് ഇരിക്കുന്നത്. 4 ഇഞ്ച് പൈപ്പ് കുറച്ച് ഗ്യാപ്പ് കാണും. അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ ചാന്തിറക്കാൻ പറ്റും. ഓരോ ആൾക്കാരും വയ്ക്കുന്ന ഓരോ രീതിയായിരിക്കും. അവരവരുടെ ഇഷ്ടത്തെ ഐഡിയക്ക് ഓക്കെ ഇതാണ് ശരിയെന്നൊന്നും നമ്മൾ പറയില്ല. ഇത് നമ്മൾ ചെയ്യുന്ന രീതി മാത്രമാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു വരി വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇത് കെട്ടിയതിന് ശേഷമുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോ നോക്കാം. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു കൺസീൽ ഫ്ലഷ് ടാങ്ക്, അതായത് നമ്മളിന്ന് സെറ്റ് ചെയ്തത് ഗബ്രിറ്റ് കമ്പനിയുടെ ഫ്ലഷ് ടാങ്കാണ്. ഗബ്രിറ്റിൻ്റെ ഹാഫ് ഫ്രെയിം ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നത്, ഡ്രിൽ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ കല്ല് കെട്ടുന്നത് രീതിയെല്ലാം കാണിച്ചു. അപ്പോൾ വരും ദിവസം തന്നെ ഈ സൈറ്റിൽ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.